നമ്മൾ ഇന്നൊരു സേമിയ പായസം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടുന്നത് കാഷ്നട്ടും മുന്തിരിയും മിൽക്ക് മെയ്ഡ്. ഇത് നമ്മളിവിടെ വീട്ടിൽ തയ്യാറാക്കിയതാണ്. 2 പാക്കറ്റ് പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിച്ച് നമുക്ക് കാഷ്നട്ടും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം. സേമിയ അങ്ങനെ നമ്മൾ നെയ്ക്കകത്ത് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി വറുത്ത് വന്ന സേമിയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ മിൽക്ക് മെയ്ഡ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയത് 2 പാക്കറ്റ് പാൽപ്പൊടി, അതിൻ്റെ കൂടെ ഒരു സ്വല്പം വെള്ളവും 1 സ്പൂൺ ബട്ടറും കൂടി ഇട്ട് മിക്സിയിൽ നന്നായി ഇപ്പം നമ്മുടെ സേമിയ വെന്തിട്ടുണ്ട്. ഇത് വേകാനായിട്ട് 1 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവും കൂടിയാണ് ഇത് വേകാനായിട്ട് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ബാക്കി പാലും ഇതുപോലെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഞങ്ങൾ ഇവിടെ വീട്ടിൽ തയ്യാറാക്കി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാട്ടിലും ടേസ്റ്റിയാണ് ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന്. അപ്പോൾ നിങ്ങൾ ഇനി ഉണ്ടാക്കുമ്പോൾ സേമിയ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും മിൽക്ക് മെയ്ഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരം ആവശ്യത്തിന് മതിയാകും. മിൽക്ക് മെയ്ഡിൽ നല്ല മധുരമുണ്ട്. അതുകൊണ്ട് ഞാനൊരു കുറച്ച് ചേർത്തിട്ടുള്ളൂ. നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മുന്തിരി നമ്മളിട്ട് കൊടുക്കുവാണ്. അപ്പം നമ്മുടെ സേമിയ അവിടെ റെഡി ആയിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് ഒഴിക്കാതെ കണ്ട് സേമിയ ഉണ്ടാക്കുന്നവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ സേമിയ അവിടെ റെഡി ആയിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് ഒഴിക്കാതെ കണ്ട് സേമിയ ഉണ്ടാക്കുന്നവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.